നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാങ്ക് എക്സാമിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ നാട്ടിലിപ്പോൾ ചിലപ്പോൾ എന്താണ് ഒരു ഫെഡറൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഫെഡറൽ ബാങ്കിലേക്കാണ് അവൻ ടെസ്റ്റ് ചെയ്തതെന്ന് ചെറിയൊരു തെറ്റിദ്ധാരണ കേൾക്കുന്നവർക്ക് ഉണ്ടാവാം, പഠിക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവാം. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് മക്കളെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് ഈ എക്സാംസ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കുന്ന ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അതായത് ബാങ്കിലേക്ക് പഠിക്കുകയാണെങ്കിൽ അവർ എന്തു എഴുതും, ഇൻഷുറൻസ് സെക്ടറിൽ ഒരേ സിലബസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ബാങ്ക് എക്സാം എന്ന് കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം തന്നെ കാണുന്ന എക്സാം ഏതാ? IBPS ആണ് അല്ലേ. IBPS എന്താണ് 2025 എക്സാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IBPS എക്സാമിൽ ഏതൊക്കെ എക്സാം ഉണ്ട്? ഒന്ന് ഓൾറെഡി കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്, IBPS RRB PO. RRB ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻറ്റ്, IBPS ക്ലർക്ക്, IBPS PO, IBPS SO 2025 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിക്കുള്ള എക്സാം നടത്തും. അപ്പോൾ ഈ IBPS RRB എന്താ? റീജിയണൽ റൂറൽ ബാങ്ക്, ഗവൺമെൻറ് ഓൺഡ് ബാങ്ക് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്കാണ്. പല സംസ്ഥാനത്തും 1, 2, 3 ബാങ്കുകളൊക്കെ ഉണ്ടാവാം അവരുടെ വലിപ്പം അനുസരിച്ച്. കേരളത്തിൽ ആകെ ഒരൊറ്റ ബാങ്കേ ഉള്ളൂ, മലപ്പുറമാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന കേരള ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, അവിടേക്കാണ് നമ്മുടെ കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. IBPS എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. IBPSൻ്റെ കീഴിൽ നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള ബാങ്കുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്? SBI ഇല്ല, SBI സെപ്പറേറ്റ് ആണ് എക്സാംസ് നടത്തുക. IBPSൻ്റെ കീഴിൽ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ട് വരുന്ന ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതേപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ മെർജിങ്ങിന് ശേഷം എണ്ണം കുറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയ ബാങ്കുകളിലേക്കാണ് IBPS എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ നമ്മൾ SBI PO, SBI ക്ലർക്ക്, SBI അപ്രൻറ്റീസ് വിളിക്കാറുണ്ട് എല്ലാ കൊല്ലം. അത് SBI സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാം എക്സാംസ് കണ്ടക്ട് ചെയ്യുക. IBPS തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. അതുകൂടാതെ SIDBI റിക്രൂട്ട്മെൻറ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ SO റിക്രൂട്ട്മെൻറ്റ്, ECGC PO ഇതൊക്കെ എന്താണ് സെപ്പറേറ്റ് വിളിക്കുന്നതാണ്, നമ്മൾ കോഴ്സുകളായിട്ട് വിളിക്കും. അതായത് IBPSൽ ഉൾപ്പെടാത്ത വേക്കൻസീസിന് അവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് കോഴ്സുകളായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുകൂടാതെ നമ്മളുടെ IDBI എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ്, IDBI SO, IDBI അസിസ്റ്റൻറ്റ് മാനേജർ റിക്രൂട്ട്മെൻറ്റ് സെപ്പറേറ്റ് നടത്തുന്നതാണ്. IDBI ബാങ്ക് സെപ്പറേറ്റ് നടത്തും. IDBI ബാങ്ക് എന്തിൽ IBPSലും വിളിക്കാറുണ്ട്, അത് കൂടാതെ സെപ്പറേറ്റും വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ RBI അസിസ്റ്റൻറ്റും വിളിക്കും, RBI ഗ്രേഡ് B. അപ്പോൾ 2 പോസ്റ്റ്, RBI ഗ്രേഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റാണ്. RBI അസിസ്റ്റൻറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വേക്കൻസീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ IBPSൽ 12ഓളം ബാങ്കുകൾ എന്ത് ചെയ്യും, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ അതുകൂടാതെ SBIയുടെ കാര്യം പറഞ്ഞു. ഇനി അപ്കമിങ് ഇൻഷുറൻസ് എക്സാമിനേഷൻസ്, ഞാൻ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ LIC, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും വിളിക്കും, അസിസ്റ്റൻറ്റും വിളിക്കും, ഡെവലപ്മെൻറ്റ് ഓഫീസർ വിളിക്കും, ഓറിയൻ്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, പിന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, പിന്നെ നമ്മളുടെ ESIC, ജനറൽ ഇൻഷുറൻസ്, എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലേക്കും എന്ത് ചെയ്യാറുണ്ട്, എല്ലാ കൊല്ലം റിക്രൂട്ട്മെൻറ്റിലേക്ക് വിളിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ എന്താണ് സ്പെഷ്യൽ എക്സാംസ് വരും, അതർ ബാങ്ക് എക്സാംസ് IBPSലൊന്നും നടത്താതെ നമ്മൾ സ്പെഷ്യൽ ബാങ്കുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. NABARD, എക്സിം ബാങ്ക്, അതേപോലെ SEBI, പിന്നെ നമ്മളുടെ ഇൻഡിവിജ്വൽ ബാങ്ക് POs ഞാൻ നേരത്തെ പറഞ്ഞു. IBPSൽ ഉൾപ്പെടുത്താത്ത വേക്കൻസികൾ അവർ സെപ്പറേറ്റ് വിളിക്കും. IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, RBI അസിസ്റ്റൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. NABARD ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. അതുകൂടാതെ ECGC PO, എക്സിം ബാങ്ക്, ഈ പറഞ്ഞ നാഷണൽ ഹൗസിംഗ് ബോർഡ്, ഇതൊക്കെ എന്താണ്, ഇതിലൊക്കെ നമുക്ക് ഹൈ സാലറി ആയിരിക്കും. സാധാരണ ബാങ്ക് ഓഫീസർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്പെഷ്യൽ ബാങ്ക്സ് ആണല്ലോ അല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്ന സാലറി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ ഈ വേക്കൻസീസും എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിൽ കൂടെ ഓൾറെഡി വിളിക്കും. ദെൻ
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്പെഷ്യൽ ബാങ്കിലെ വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി IBPSനേക്കാളൊക്കെ കുറവായിരിക്കും. പക്ഷേ സെയിം സിലബസ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് നമുക്ക് കയറുമ്പോൾ 1 ലക്ഷം രൂപയൊക്കെ സാലറി ഉണ്ടാവും. അത്രയ്ക്കും ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുക. അതേപോലെ അലവൻസും കാര്യങ്ങളൊക്കെ സാധാരണ ബാങ്കുകളേക്കാൾ കൂടുതലായിരിക്കും, സാധാരണ ബാങ്ക് ജോലിനേക്കാൾ കൂടുതലായിരിക്കും. ഇതൊന്നും കൂടാതെ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലാവും ഫെഡറൽ ബാങ്ക് ചിലവർ കരുതിയിരിക്കുന്നത് പ്രൈവറ്റ് ബാങ്കാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രൈവറ്റ് ആണ്, കർണാടക ബാങ്ക് അത് POയും ക്ലർക്കും വിളിക്കും. സാധാരണ അവർ കോളേജിൽ നിന്നൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. ഇപ്പോൾ അവർ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട് കേട്ടോ. ക്ലർക്കും വിളിക്കുന്നുണ്ട്, POയും വിളിക്കുന്നുണ്ട്. HDFC, ICICI, ആക്സിസ്, കൊടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, RBL, കരൂർ വൈശ്യ ബാങ്ക് തുടങ്ങിയ ടോപ്പായിട്ടുള്ള എല്ലാ പ്രൈവറ്റ് ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് അവരുടെ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ നാഷണലൈസ്ഡ് IBPS RRB ആ എക്സാമിനേക്കാൾ എന്തായിരിക്കും, കുറച്ചും കൂടി ഈസി ആയിരിക്കും പ്രൈവറ്റ് ബാങ്കുകളുടെ എക്സാം. ചില ബാങ്കുകൾ പ്രിലിംസ് നടത്തുന്നുണ്ട്, ചില ബാങ്കുകൾ എന്തായിരിക്കും നേരിട്ട് മെയിൻസ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെടുത്തം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാങ്കുകളിലെ എല്ലാ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനും എഴുതാനും പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കാം, ഇത്രയ്ക്കധികം വേക്കൻസീസ് നമ്മളുടെ മുന്നിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ബാങ്കുകളും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എല്ലാ ബാങ്കുകളിലും എന്തുണ്ട്, വേക്കൻസീസ് ഫില്ല് ചെയ്യാനുണ്ട്. 2025 ഇതെല്ലാം ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇനിയും വൈകാതിരിക്കുക നിങ്ങളുടെ പഠനം. നമ്മൾ എത്രയും പെട്ടെന്ന് പഠിച്ച് എക്സാംസിനായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി വരുന്ന ഓൾറെഡി IBPS കലണ്ടർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ IBPS ഓൾറെഡി നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു, ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അവർ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക, പെട്ടെന്ന് തന്നെയായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇടയിൽ നമ്മളുടെ ഈ ബാങ്ക് എക്സാംസ് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും വരിക, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എക്സാംസും നടത്തുക. നോട്ടിഫിക്കേഷനൊക്കെ ഔട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും അറിയാതെ ഇരിക്കാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇനി 20 ദിവസമല്ലേ എക്സാമിനുള്ളൂ, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്ലൈ ചെയ്യുന്നതിന് ചെറിയ ഫീസും ഉണ്ടല്ലോ, അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പഠിക്കാൻ സമയമില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയും വൈകിട്ടില്ല, ഞാൻ വീണ്ടും പറയുന്നു, ഇനി വൈകിട്ടില്ല. ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ സമയമുണ്ട്. ഞാൻ ഈ പറയുന്നത് ആരുടെ കാര്യമാണെന്നറിയോ, ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ട്, ഈ കൊല്ലം പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, ഡിഗ്രി കഴിഞ്ഞ് അവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്ക് മക്കളെ, വെറും 20-22 വയസ്സിൽ ഒരു നല്ലൊരു ബാങ്ക് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു എന്താണ് സംഭവം വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒരു 10-30 വയസ്സാവുമ്പോഴേക്കും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ അത്രയ്ക്കും ഹൈ ആയിരിക്കും. നിങ്ങൾ വെൽ സെറ്റിൽഡായി നിങ്ങളുടെ ലൈഫിൽ. പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നിങ്ങളുടെ ഫാമിലി സേഫാണ്, നിങ്ങളുടെ കരിയർ സേഫാണ്, ഓൾ സെറ്റിൽഡ് ആയിട്ട് മാറും. നിങ്ങൾ ഓൾറെഡി നല്ല ടച്ചിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ പഠിച്ചു തുടങ്ങാൻ പറ്റും. ഇനി ഓൾറെഡി പഠിച്ച് എക്സാംസിനൊന്നും കിട്ടാതിരിക്കുന്ന ആൾക്കാർ വിഷമിക്കേണ്ട. നിങ്ങളിങ്ങനെ ആലോചിക്കേ, ഞാൻ ഒരു കൊല്ലം എൻ്റെ വേസ്റ്റായി എന്ന് ആലോചിക്കേണ്ട, അങ്ങനെ വിഷമിക്കേണ്ട. ആ ഒരു കൊല്ലം ഞാൻ എന്തൊക്കെ പഠിച്ചു, എൻ്റെ മുന്നിൽ ഇത്രയ്ക്കും അവസരങ്ങളുണ്ട്, അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യും എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പഠിക്കാം. അതല്ലാതെ കിട്ടിയില്ല, കഴിഞ്ഞു പോയ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. ഇപ്പം എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗ്ലാസ്സാണ്. ഞാൻ എല്ലാ ദിവസവും അതിലാണ് കോഫി അല്ലെങ്കിൽ ടീ കുടിക്കാറ്, ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി, ചിന്ന ഭിന്നമായിപ്പോയി, ആ കപ്പ് പോയി. അത് ആലോചിച്ച് ഞാൻ അന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, അയ്യോ അത് പൊട്ടിയല്ല, ഞാൻ ഒന്നും കൂടിയും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് എന്താണ്, അതെനിക്ക് സേവ് ചെയ്യാമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കിട്ടില്ല. അതേപോലെ തന്നെയാണ് പോയ സമയം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മളൊരു എക്സാം എഴുതി അതിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, പോയി. അതിനെ ആലോചിച്ച് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കും. ആ സമയം നിങ്ങളിരുന്ന് പഠിച്ചു, ആ പഠിച്ചത് നിങ്ങൾ ബോണസായിട്ട് എടുക്കുക.
ആ ബോണസ് ആയിട്ട് പഠിച്ചത് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പിള്ളേരെക്കാൾ കുട്ടികളെക്കാൾ നിങ്ങൾ മുന്നിലാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരെക്കാൾ 1-2 സ്റ്റെപ്പല്ല 3-4-5 സ്റ്റെപ്പ് നിങ്ങൾ മുന്നിലാ. ഇനി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ വീണ് പോയത്, എവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റാതിരുന്ന പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ നിങ്ങൾ എത്തും. നമ്മളുടെ തോൽവിയിൽ നിന്നും പഠിച്ചിട്ട് വേണം മക്കളെ മുന്നോട്ട് പോകാനായിട്ട്. അതിനേക്കാൾ വലിയ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മളുടെ തോൽവിയിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ പഠിക്കുക അത് പഠിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കാണ് നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ടൈം വൈകിട്ടില്ല. പുതിയതായിട്ട് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ഡയറക്റ്റ് ആദ്യമേ തൊട്ട് പഠിക്കുകയാണ്, കോൺഫിഡൻസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ കൊല്ലം അത്രയ്ക്കധികം വേക്കൻസീസാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അവസരം, ഈ സുവർണ അവസരം തന്നെ ഞാൻ പറയും, ഇതിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. വെറുതെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതാമെന്ന് കരുതരുത്. അപ്ലൈ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ബാക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു 150 ദിവസത്തിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് രംഗത്ത് ജോലി നേടാം. ഒരു ക്രാഷ് കോഴ്സാണ്. 150 ദിവസം കൊണ്ട് നിങ്ങളെ ആ എക്സാം എഴുതാനായിട്ട് നിങ്ങളെ സെറ്റാക്കി തരുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് അപ്കമിങ് എക്സാംസിനെ കുറിച്ചായാലും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ്, റെക്കോർഡഡ് ക്ലാസ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ടെൻഷൻസൊക്കെ മാറ്റി വെച്ച് നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. 2025 നിങ്ങളുടെ സ്വന്തമാണ്. ആ ഒരു വർഷം എന്നും ഓർമ്മിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.